പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദേവി എന്ന് പറയുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാലയിടുന്നത് ഹിന്ദുക്കൾ മാത്രമാണ്. കരിക്കേത്ത അമ്പലത്തിൽ പൊങ്കാലയിടുന്നതും ക്ഷേത്രത്തിൽ നടന്നുപോയി തൊഴുന്നതും രസീതെടുത്ത് പരിശോധനയിൽ അറിയാം. പകരം ഹിന്ദുക്കളല്ല. അത് ഒരു വലിയ പ്രത്യേകതയാണ്. നമ്മളിപ്പോൾ ഞാനൊരു നല്ല ദൈവവിശ്വാസിയാണ്, പക്ഷെ ഞാനൊരു മതവിശ്വാസിയാണ്. കാര്യം പറഞ്ഞു, ഞാൻ NSS ഡയറക്ടർ മെമ്പറാണ്, നായർ സർവീസ് സൊസൈറ്റിയുടെ താലൂക്ക് പ്രസിഡന്റാണ്. അതിനൊക്കെ ഞാൻ അഭിമാനിക്കുന്നു. പക്ഷേ മതമാണ് വലുത് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. മനുഷ്യ സ്നേഹമാണ് വലുത് എന്നാണ് ഞാൻ പഠിച്ചത്. മനുഷ്യ സ്നേഹമാണ് കരിക്കേത്ത അമ്മയുടെ ഏറ്റവും വലിയ, നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത് ഒരു ദൈവിക ശക്തിയായി നമ്മളെ രക്ഷിക്കുന്ന ഒരു അമ്മയായി നമ്മൾ കാണുന്ന കരിക്കേത്ത അമ്മയുടെ ക്ഷേത്രത്തിലെ ഉത്സവമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ഉത്സവമാണ്. രണ്ടാമത്തെ കാര്യം, ഈ രാജശേഖരന് ഈ പുരസ്കാരം നൽകുന്ന എന്നോട് പറഞ്ഞ് രാജശേഖരനാണ് പുരസ്കാരം എന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് മാറി. കരിക്കേത്ത അമ്മ എന്ന് കടകംപള്ളി പറഞ്ഞു, അതിന് രാജശേഖരനാണ് പുരസ്കാരം. പിന്നെ എനിക്കൊരു താല്പര്യമുണ്ടായി, കാരണം രാജശേഖരൻ എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. അതിലുപരി രാജശേഖരൻ ഒരു നല്ല ദൈവവിശ്വാസിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞൊരു മതവിശ്വാസിയും കൂടിയാണ്. അങ്ങനെ പ്രശ്നം ഇത്തിരി ഒരു കൂടിപ്പോയ സംശയം. പക്ഷേ രാജശേഖരൻ ഒരുപാട് ക്ഷേത്രങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഈ നശിച്ചുപോയ പല ക്ഷേത്രങ്ങളെ ഉയർത്തിയെടുക്കുന്നതിൽ രാജശേഖരൻ ഒരുപാട് പങ്കുവഹിച്ചു. രാജശേഖരൻ ഏറ്റവും കൂടുതൽ മനോഹരമാക്കിയെടുത്ത ഒരു ക്ഷേത്രമാണ് ശംഖുമോഹ ക്ഷേത്രം. ആ ശംഖുമോഹ ക്ഷേത്രം വളരെ അവഗണിക്കപ്പെടുന്ന ഒരു ക്ഷേത്രമായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ രാജശേഖരൻ പറഞ്ഞപ്പോൾ രാജശേഖരൻ ഒന്ന് കേട്ടി, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മിശ്ര വിവാഹങ്ങൾ നടന്നിട്ടുള്ള ക്ഷേത്രം ശംഖുമോഹ ക്ഷേത്രം. അവിടെ എല്ലാം മനസ്സിലാക്കില്ല. ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും അധികം മിശ്ര വിവാഹങ്ങൾ നടന്നിട്ടുള്ള ക്ഷേത്രമാണ് ശംഖുമോഹ ക്ഷേത്രം. ആ ക്ഷേത്രത്തെ മനോഹരമായി കൂട്ടുക ദേവസ്വം ബോർഡ് പോലും കഴിയാത്ത വിധത്തിൽ അത് വളരെ സന്തോഷത്തോടെ പറയേണ്ട ഒരു കാര്യമാണ് രാജശേഖരൻ ചെയ്തു. അപ്പോൾ രാജശേഖരന് ഈ പുരസ്കാരം കൊടുക്കുന്നത് ആത്മീയ ക്ഷേത്രത്തിൻ്റെ ആത്മീയ മണ്ഡലത്തിൽ നിന്ന് ഇത്തരമൊരു പുരസ്കാരം ഏറ്റുവാങ്ങാൻ അദ്ദേഹത്തിന് യോഗ്യതയുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. രാജശേഖരനാണ് അവാർഡ് നൽകുന്നത്. ശരി, എല്ലാവരും പങ്കെടുക്കാം എന്ന് തീരുമാനിച്ചു. എനിക്കധികം സന്തോഷമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ തിരുനടയിൽ നിൽക്കുമ്പോൾ ഞാൻ അഭിമാനത്തോട് ഓർക്കുന്നതാണ്. ഞാൻ ഈ ഭരണസമിതിയിൽ ഇരിക്കുന്നവരെയും ഈ ഭരണസമിതിക്ക് മുമ്പ് ഈ ക്ഷേത്രത്തിൽ നയിച്ചിരുന്നവരെയും എന്നും എപ്പോഴും കേരളത്തിൻ്റെ ഏത് ഭാഗത്തും പ്രസംഗിക്കുമ്പോൾ ഉയർത്തി പറയാറുണ്ടെന്ന കാര്യം മുന്നോട്ട് കേൾക്കാം. ഞാൻ പൂർത്തി പറയാറുണ്ട്, വേറൊന്നും കൊണ്ടല്ല. ഈ ചുറ്റുപാടുള്ള കുടുംബങ്ങൾ മാത്രം ഭരിക്കുന്ന ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തെ, ഒരു ചെറിയ കുടുംബക്ഷേത്രത്തെ ഇത്രയും ഒരു മഹാക്ഷേത്രമാക്കി വളർത്തിയത് ഇപ്പോഴുള്ള ഭരണസമിതി അടക്കം. ഇതിന് മുമ്പ് കടന്നു ഈ ഭരണസമിതി കടന്നു പോയിട്ട് അവരൊക്കെ അമ്മമാരും അച്ഛന്മാരും അപ്പൂമാരും തന്നെയാണ്, അല്ലാതെ വെളിയിൽ താല്പര്യമില്ല. അവരെ ആ ഒരു സമർപ്പണം ഈ ക്ഷേത്രത്തിൻ്റെ, ഈ മഹാക്ഷേത്രം 15 ഏക്കർ സ്ഥലമാണ്. 15 ഏക്കർ സ്ഥലത്തിൻ്റെ അല്ല, ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരങ്ങളും ഇതിൻ്റെ നടത്തിപ്പും ഇതിൻ്റെ ആചാരങ്ങൾ, കൃത്യമായ പൂജകൾ, വളരെ കൃത്യതയുള്ള പൂജ, ഈ ക്ഷേത്രത്തിൻ്റെ ആത്മീയ ചൈതന്യം ഓരോ ദിവസവും വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി വളരെ പ്രശംസനീയമായ ഒരു റോളുണ്ട്. അത് നമുക്ക് വിസ്മരിക്കാൻ കഴിയുന്നതല്ല. ദേവസ്വം ബോർഡിൻ്റെ പല ക്ഷേത്രങ്ങളും കഴിയാത്തതാണ് ഈ ക്ഷേത്രത്തിന്. വിശ്വപ്രസിദ്ധമായ പല ക്ഷേത്രങ്ങളും ദേവസ്വം ബോർഡിൻ്റെ അവസ്ഥയിലുണ്ട്. നടന്നു പോകുന്നു എന്നുള്ളതല്ലാതെ അത് നടത്തുന്നില്ല. അവിടുത്തെ ആചാരങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. കാരണം ചില ആളുകളുടെ വിശ്വാസം, ഈ നമ്മളെപ്പോഴും പറയുമ്പോൾ വലിയൊരു തർക്കം ഉണ്ടായിരുന്നു, ബ്രാഹ്മണൻ പൂജിക്കണം, മറ്റ് സമുദായത്തിൽപ്പെട്ടവരെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരെ മാറ്റി നിർത്തണം. അതിനുള്ള ഞാൻ ചോദിക്കുന്നില്ല. കാരണം ബ്രാഹ്മണൻ പൂജിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം നായർ സർവീസ് സൊസൈറ്റിയുടെ ഡയറക്ടറോട് പറയാം, നായർ സർവീസ് സൊസൈറ്റി മറ്റ് ഹിന്ദു വിഭാഗത്തിലെ മറ്റുള്ളവർക്ക് വേണ്ടി പൂജാതി കർമ്മങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥാപനം നടത്തുന്നുണ്ട്. അതായത് താന്ത്രിക വിദ്യാ ഗുരുകുലം നടത്തുന്നുണ്ട്. ആ നായർ സർവീസ് സൊസൈറ്റി എങ്ങനെയാണ് പറയുന്നത്, ഈഴവ സമുദായത്തിൽപ്പെട്ടവരെ പൂജിക്കേണ്ട, നായർ പൂജിക്കേണ്ട, ബ്രാഹ്മണരെ പൂജിക്കണം എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നായർ ഭക്തി വിശ്വാസമുള്ളവർ പൂജിക്കണം. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർ പൂജിക്കുന്ന പല ക്ഷേത്രങ്ങളും തൃശ്ശൂർ ജില്ലയിലും മലബാറിലും പല സ്ഥലത്തുണ്ട്. അവരുടെ ഒരു ഭക്തി എന്ന് പറയുന്നത് വിസ്മരിക്കാൻ കഴിയുന്നില്ല. അപാരമായ ആ ഒരു ദേവീക്ഷേത്രത്തിലേക്ക് ദീപാരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ഞാൻ ഒരു ക്ഷേത്രത്തിൽ പോയി, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരാണ് പൂജ ചെയ്തത്. പക്ഷേ ആ ക്ഷേത്രത്തിൽ നമ്മൾ ദീപാരാധന ആകുമ്പോൾ ദേവി ഇങ്ങനെ പണ്ടിങ്ങനെ ഭദ്രകാളി പ്രത്യക്ഷപ്പെടുന്നത് അത്രയ്ക്കൊരു ആത്മീയ ചൈതന്യം. അതായത് പൂജ ചെയ്യുന്ന ആളുടെ മനസ്സിൽ ദൈവമുണ്ടെന്ന വിശ്വാസമാണ്. താൻ പൂജിക്കുന്ന വിഗ്രഹം ഒരു കല്യാണത്തിന് ശമ്പളത്തിന് മാത്രം ജോലി ചെയ്യുന്നവർ പൂജ ചെയ്താൽ ക്ഷേത്രം അർപ്പതനത്തിലേക്ക് പോകും. ഈ ക്ഷേത്രം അർപ്പതനത്തിലേക്ക് പോകാതെ ഉയർച്ചയിലേക്ക് വന്നത് ഇവിടുത്തെ പൂജകൾ കൃത്യമായി, പൂജാരികളാണെങ്കിലും അതിൻ്റെ പരികർമ്മികളാണെങ്കിലും ക്ഷേത്ര ഭരണസമിതിയാണെങ്കിലും എല്ലാം ആചാരത്തെ കൃത്യമായി പാലിക്കുന്നു. ഒരു ക്ഷേത്രത്തിലെ ആചാരങ്ങൾ, അവിടുത്തെ മൂലമന്ത്രം, അവിടുത്തെ ആചാരക്രമങ്ങൾ. ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രം ആചാരക്രമങ്ങൾ കൃത്യമായി പാലിക്കുന്ന ഒരു വലിയ ക്ഷേത്രമാണ്. ആ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആചാരത്തിൽ അണുവിടെ വ്യത്യാസമില്ല.
എന്തിനാണെന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കും ഒരു കേന്ദ്രമന്ത്രി കൊച്ചിയിൽ തീരുമാനമായി. ഈ കേന്ദ്രമന്ത്രി എത്തുന്നവരെ ഗുരുവായൂരപ്പന്റെ നട തുറപ്പിച്ചു വെച്ചു, അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചു. അത് തെറ്റാണ് എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിനെ നിരന്തരമായി അടക്കിക്കൊണ്ടിരുന്നതുകൊണ്ട് അതിലൊരു പ്രായച്ചിത്ത പൂജ ശ്രീ കരുണാകരൻ ഗുരുവായൂരിൽ നടത്തി. കാരണം അദ്ദേഹത്തിന്റെ സ്വാധീനം, അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭരിക്കുന്നവർ അദ്ദേഹം നിയോഗിച്ചവരാണ്, അവരെല്ലാം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരാണ്, ബഹുമാനിക്കുന്നവരാണ്. അവരെ മുമ്പിൽ കേന്ദ്രമന്ത്രി എന്നുണ്ട് അരമണിക്കൂറിൽ നടയടച്ചാൽ മതി എന്ന് പറഞ്ഞു. ശരി, അരമണിക്കൂറിൽ അടച്ചുകൊണ്ട്, പക്ഷെ അത് അദ്ദേഹത്തിന്റെ മനസ്സിനെ നിരന്തരമായി ആക്കിക്കൊണ്ടേയിരുന്നു അദ്ദേഹം എന്നോട് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രായച്ചിത്ത പൂജ നടത്തിയത്. ക്ഷേത്ര ആചാരങ്ങൾ കൃത്യമായി പാലിക്കുന്ന ക്ഷേത്രങ്ങളിൽ വലിയ ചൈതന്യമാണ്. ആ ചൈതന്യമാണ് നമ്മളിലേക്ക് ഇറങ്ങി വരുന്നതും ഭക്തജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന ആ ദൈവ ചൈതന്യമാണ്. ഉപേക്ഷിക്കപ്പെട്ട ക്ഷേത്രങ്ങളുണ്ട്, അത് ഏറ്റെടുക്കുന്ന സമ്പത്തിന് വേണ്ടിയാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ചുമ്മാ രാജശേഖരനോട് തമാശ പറഞ്ഞു, നമ്മൾ പ്രസിഡന്റ് പറയുന്നത് ചിരിച്ചു. ഞാൻ പറഞ്ഞു, സാധാരണ ഇങ്ങനെ പ്രസിഡന്റ് കൊടുത്താൽ രാജശേഖരനെ മാറ്റിയെടുത്തിട്ട് അവിടെ ഒരു ഗോപുരം പണിഞ്ഞു തരണേ എന്ന് പറയും. പക്ഷെ ഇവിടെ അത് പറയില്ല. ഇവിടെ അത് പറയില്ല. ഇവിടെ കാണിക്കയിൽ പണം തരുന്നുണ്ട്, വഴിപാടിൽ പണം തരുന്നുണ്ട്. ഒരു പൈസ ചോരാതെ ഈ ക്ഷേത്രത്തിന്റെ ഉയർച്ചയ്ക്ക് മാത്രം ഉപയോഗിക്കുന്ന ഒരു ഭരണസമിതി എന്നെ സംബന്ധിച്ച് അത്ഭുതം തന്നെയാണ്. അത് ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ കുഴപ്പമില്ല ഒച്ചത്തിൽ വിളിച്ച് പറയുന്ന ഒരു സ്വഭാവമുണ്ട്. ചിലരുടെ ഇഷ്ടപ്പെടുത്തി ചിലർ കണ്ടുകൂടാ. ചിലത് പറയും ഞാൻ പറയുന്ന സത്യമാണ് പറയും. ഞാൻ സത്യം കൊണ്ടാ പറയും. ഈ ക്ഷേത്രത്തിന്റെ വളർച്ചയിൽ ഞാൻ എന്റെ നാട്ടിലുള്ള പല ക്ഷേത്ര പാരമ്പര്യങ്ങളും ഞാൻ പറയാറുണ്ട്. നിങ്ങൾ ആ കരിക്കൽ ക്ഷേത്രത്തിലെ ഭരണസമിതി കണ്ടുപിടിക്കും. ഓരോ ദിവസവും ആ ക്ഷേത്രം ഇങ്ങനെ ഉയർന്നുയർന്ന് ചില ദിവസമുണ്ട് പൈസ പിരിച്ചേച്ച് ഗോപുരം മണ്ഡപം എല്ലാം പറയും. പക്ഷെ പൂജയൊന്നും കറക്റ്റില്ലാത്തതുകൊണ്ട് ആരും തൊഴാൻ കാണും. കാശുകാരെ കിട്ടിയ സ്പോൺസർ സംഘടിപ്പിച്ച ഒരു ഗോപുരം ഒരു മണ്ഡപമോ പഴയ. പക്ഷെ ക്ഷേത്രത്തിന് ആചാരങ്ങളും പ്രാർത്ഥനകളും പൂജകളും പൂജയ്ക്ക് പോയിരുന്ന ദ്രവ്യങ്ങൾ പോലും പരിശുദ്ധിയുള്ളതായിരുന്നു. പല ക്ഷേത്രങ്ങളും പാട്ടില ക്ഷേത്രത്തിൽ ഇവിടെ എങ്ങനെയാണ് തോന്നുന്നത്, നെയ് വിളക്കി കത്തിക്കുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നെയ് വിളക്കി കത്തിക്കുന്നു. വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നെയ് വിളക്കി കത്തിക്കുന്നു. ഈ നെയ് വിളക്കല്ലാതെ ഇപ്പൊ ഏതെണ്ണ പോലും ഒഴിച്ചാൽ മണ്ണെണ്ണയ്ക്ക് തുല്യമാണ്. കാരണം വിഗ്രഹം കറുത്ത് നമുക്കറിയാം. ഈ നെയ്യ് ഒഴിക്കുന്നതിന് പകരം വേറെ എണ്ണ ഒഴിച്ചിട്ടാണ് പത്മനാഭ ശാസ്ത്രത്തിലെ വിഗ്രഹത്തെ സ്വർണ്ണം മുഴുവൻ കാണാൻ. അവസാനം ഇത് തുളച്ചു വൃത്തിയാക്കുകയാണ്. ഭഗവാന്റെ ശരീരത്തിൽ ഇത്രയും സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു. വൈദ്യുത സ്വർണ്ണമെല്ലാം കറപ്പിച്ചു പോയി. കാരണം ഇത് കരി വിളിച്ചാൽ വിളക്കെണ്ണ വാങ്ങിച്ചിട്ട് വിളക്കെണ്ണ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ വരുന്ന മണ്ണെണ്ണയാണ്. കാരണം മണ്ണെണ്ണയ്ക്ക് അത്രയും കുഴപ്പമില്ല. ഇത് നെയ്യ് ഒഴിച്ച് കത്തിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ വലിയ ഒരു നെയ്യ് വിളക്ക് കത്തുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു തേജസ്സുണ്ട്. മാത്രമല്ല ഈ വിഗ്രഹത്തിന്റെ തേജസ്സും ശക്തിയും വർദ്ധിക്കും. കാരണം നെയ്യ് എന്ന് പറയുന്ന വലിയൊരു ആയുർവേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുവാണ്. പല രോഗങ്ങളുടെയും മരുന്നാണ് നെയ്യ്. നമ്മൾ നെയ്യും വെണ്ണയൊക്കെ കുറ്റം പറഞ്ഞതാണ്. ഇന്ന് സയൻസ് പറയുന്നത് കൊളസ്ട്രോൾ കഴിക്കാൻ രാവിലെ ഇച്ചിരി വെള്ളം കഴിച്ചുകൊണ്ടാണ്. പശുവിന്റെ പാലൊഴിച്ച് മറ്റെല്ലാ ഉൽപ്പന്നങ്ങളും നല്ലതാണെന്ന് ഇപ്പൊ സയൻസ് പറയുന്നത്. ഇതൊക്കെ തന്നെയാണ് ക്ഷേത്രങ്ങളിൽ നെയ്യ് അഭിഷേകം, അയ്യപ്പനെ ശബരിമലയിൽ നെയ്യ് അഭിഷേകം, ഭസ്മാഭിഷേകം. ഭസ്മം എന്നാണ് കാർബണാണ്. ആ വിഗ്രഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ഇമ്പ്യൂരിറ്റീസും എല്ലാ നെഗറ്റീവും അതിലൂടെ പോകാനുള്ള ശാസ്ത്രം തന്നെയാണ് ഭസ്മം കൊണ്ട് അഭിഷേകം ചെയ്യുന്നത്, കളഭം കൊണ്ട് അഭിഷേകം, ചന്ദനം കൊണ്ട് അഭിഷേകം, നല്ലെണ്ണ കൊണ്ട് അഭിഷേകം. നല്ലെണ്ണ ഔഷധമാണ്, നല്ല നല്ലെണ്ണയായിരിക്കും. പിന്നെ നെയ്യ് കൊണ്ട് അഭിഷേകം. ഇതെല്ലാം ശുദ്ധീകരിക്കുക. ആ വിഗ്രഹത്തെ പരമാവധി ശുദ്ധീകരിച്ചുകൊണ്ട് ആ വിഗ്രഹത്തിന്റെ ശക്തി കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ വേദനകളെയും നമ്മുടെ മനസ്സിലെയും നമ്മുടെ ശരീരത്തിലെയും നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവായിട്ട് എല്ലാ സാധനങ്ങളെയും ഈ വിഗ്രഹം വലിച്ചെടുക്കുക. പലപ്പോഴും ക്ഷേത്ര ആചാരങ്ങൾ ചെയ്ത കാരണം ഈ അഭിഷേകം കഴിഞ്ഞ് വരുന്ന വെള്ളം കോഴിക്കുള്ള പുറത്തേക്ക് വരും. അത് പോയി വായി കൊടുത്തിട്ട് അത് അബദ്ധമാണ്. കാരണം ഈ വിഗ്രഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ നെഗറ്റീവ്സും ഞാനൊരു കുറെ നെഗറ്റീവ്സ് ആയിട്ട് തുടരാം. എന്റെ എല്ലാം കൂടെ തേങ്ങ വലിച്ചെടുക്കും. അങ്ങനെ എടുക്കും, വിഗ്രഹം എടുത്ത് കഴിഞ്ഞാൽ അത് കഴുകിയാകുമ്പോൾ എനിക്ക് പോയ നെഗറ്റീവ് എല്ലാം കൂടി നിങ്ങൾക്ക് കിട്ടും. എടുത്ത് കുടിച്ചാൽ കുടിക്കരുത്. ചിലർ പറയും കുടിച്ചേച്ച് കളിക്കുകയും ചെയ്യാൻ പാടില്ല. അതുപോലെ പരമാവധി തേങ്ങ അടിക്കും. ശ്രദ്ധിച്ചിട്ടോ, തേങ്ങ അടിച്ചു കഴിഞ്ഞാൽ അടിച്ചു പോയേക്കാം. അതൊക്കെ നമ്മുടെ ദുരിതം ഒഴുകി ഒറ്റ അടി അടിച്ചിട്ട് ഉപദേശം പൊയ്ക്കൊണ്ടുണ്ട്. കാരണം അത് ഭഗവാൻ ഇറക്കി വെച്ച് സ്ഥലം കൊണ്ടുപോവുക. അപ്പൊ എന്താ ഇവിടുന്ന് ഒരു കാശി പാത്രത്തിന് അതിന്റെ തേങ്ങ മുറിച്ചിട്ടുണ്ട്. ഈ തേങ്ങ കോൺട്രാക്ട് എടുത്ത ആള് ഇത് ആരുടെ കൊടുത്തില്ലെങ്കിൽ എന്തൊരു തെറ്റുപോലെ അതിലൊരു തേങ്ങ വാങ്ങിച്ചിരുന്നു. ആരുടെ തേങ്ങയാണ്? രാവിലെ കൊടുത്ത ലോകത്തെ എല്ലാ ദുരിതങ്ങളും പാപങ്ങളും ചേർത്ത് ഒറ്റയടി അതിൽ പൊട്ടിച്ചു. ഞാൻ 101 തേങ്ങ അടിച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് 101 തേങ്ങ അടിച്ചു. മറ്റേ രാവിലെ കാലങ്ങൾ എടുത്തവന്റെ ഒരു കഷ്ണം തേങ്ങ എടുത്തിങ്ങനെ അത് മാറ്റി. അപ്പൊ അവന്റെ കാലങ്ങളെല്ലാം കൂടി ഞാൻ കൊണ്ടുപോയി. ഇതൊക്കെ ആവശ്യം. ഭഗവാൻ തേങ്ങ അടിച്ച് അവിടെ പോയി. നമ്മൾ പഴയ സിനിമയിലൊക്കെ തേങ്ങ അടിച്ചു കഴിഞ്ഞാൽ ഈച്ച ഓടി വരുന്നത് എല്ലാവരുടെ ഓടി വരും. തേങ്ങ അടിച്ചാൽ തേങ്ങ അടിച്ചിട്ട്
ദുരിതങ്ങളെ ആകർഷിച്ച് ആവാഹിച്ച് കുടുക്കി അയച്ചിരിക്കുകയാണ്. അതെടുത്ത് തിന്നാൻ അഭിഷേകം ചെയ്തത് വെള്ളം എടുത്ത് കുടിക്കരുത്. കാരണം ഇതൊക്കെ തെറ്റായ ചില കാര്യങ്ങൾ പരിശീലിച്ച് വെച്ചാൽ കുടിച്ചില്ലെങ്കിൽ അത് അപ്പോഴത്തെ നേരത്തെ അഭിഷേകം എടുത്തില്ല, പാലിൽ വന്നില്ല, കുടിക്കാൻ പറ്റില്ല. അങ്ങനെയല്ല, കുടിക്കാൻ പാടില്ല. അത് വിഗ്രഹത്തെ ശുദ്ധീകരിച്ച് ഭഗവാൻ നീരാടിയ വെള്ളം പുറത്തേക്ക് വരാം. അതെല്ലാം കുടിക്കുന്നത്. നിങ്ങൾ അവിടെ പൂജയ്ക്ക് വെച്ചേക്കാൻ തീർത്ഥമുണ്ട്. ഭഗവാനെ ആ തീർത്ഥം കൂട്ടി തരും. ഭഗവാൻ ചൂട്ടണം, മറ്റേ കുടിക്കരുത്. തേങ്ങ എടുത്ത് വെള്ളം കടി പോകുമ്പോൾ നാളെ ആരും തന്നെ ഈ മുറി തേങ്ങ തരും. അവിടെ കോൺട്രാക്ട് പണിയുന്നതാണ്. അത് വാങ്ങിച്ച് തിന്നിട്ട് പോകരുത്. അത് കുഴപ്പമാണ്. അത് വാങ്ങിച്ച് തിന്നരുത്. അപ്പൊ ഇങ്ങനെയുള്ള ചില അനാചാരങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ശരിയായ വിശ്വാസം എന്ന് പറയുന്നത് സ്നേഹമാണ്. അപ്പൊ കഴിക്കാൻ തുടങ്ങിയ രോഗം ഞാൻ കണ്ടു. ക്യാൻസർ രോഗം സഹായിച്ചതിന് ഈ ക്ഷേത്രത്തിൽ കിട്ടുന്ന പണത്തിന്റെ നല്ല ഭാഗം അന്നദാനത്തിൽ ഉപയോഗിക്കും. അതാണ് ഇവിടെ ഇവിടുത്തെ ക്ഷേത്രങ്ങൾ. ഞാൻ പഴയ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു ഭരണസമിതി അംഗങ്ങളോട് ഞാൻ ഗുരുവായൂർ വെച്ച് പറഞ്ഞു, ഏറ്റവും കൂടുതൽ അടമത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ആ നടപ്പത്തിൽ ഒരുപാട് അനാഥരായ അമ്മമാരുടെ അച്ഛന്മാരുണ്ടാവും. മക്കൾ ഉപേക്ഷിച്ചവർ, ആലാരായി ഉപേക്ഷിക്കപ്പെട്ടവർ, എങ്ങും പോകാനില്ലാത്തവർ, അവര് വന്നു ചേരുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അവർക്ക് അവിടുന്ന് ആഹാരം കിട്ടും. ആഹാരം കിട്ടുന്നത് വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടി പാവങ്ങൾ വന്ന് കിടക്കുന്നു. പക്ഷെ അവർക്ക് രോഗങ്ങളുണ്ട്. അവിടെ കിടന്ന് മരിക്കുകയാണ്. ഗുരുവായൂർ മുനിസിപ്പാലിറ്റി എടുത്തുകൊണ്ട് പോയി അനാഥ പ്രയത്നത്തിന് കൂടുതൽ അടക്കം ചെയ്യുകയാണ്. ഞാൻ അവിടുത്തെ ഭരണസമിതികൾക്ക് കൂടാനും കൂടി പോയിട്ട് നിങ്ങളിതെടുത്ത് ഒരു വൃദ്ധസ്ഥലം തുടങ്ങും, അല്ലെങ്കിൽ ഏതെങ്കിലും നന്നായി നടക്കുന്ന വൃദ്ധസ്ഥലത്തിലേക്ക് ഇവരെ ഷിഫ്റ്റ് ചെയ്യും. ഇവരെ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവർക്ക് ഇത്ര രൂപ വെച്ച് മാസം നിങ്ങൾ കൊടുക്കൂ. കാരണം ഈ വൃദ്ധസ്ഥലം തുടങ്ങി സർക്കാർ വഴിയുള്ള ഓർമ്മ തരാം. സ്വന്തം അമ്മയും അച്ഛനെയും കൂടി പത്തനാപുരം ഗാന്ധി പോയി കൊണ്ട് ഉപേക്ഷിച്ചിട്ട് വരുന്ന ആളാണ് ഇവിടെ സർക്കാർ ശമ്പളം വാങ്ങാൻ ഈ അച്ഛനെ ഒന്ന് നോക്കാൻ വേണ്ടി വരുന്നത്. അത് തെറ്റാണ്. സർക്കാർ ഇത്ര സ്ഥാപനങ്ങൾ തുടങ്ങാൻ പാടില്ല. കാരണം എന്റെ അച്ഛനെയും അമ്മയും ഞാൻ അനാഥാലയത്തിൽ ഇട്ടതിന് ശേഷം, വൃദ്ധസ്ഥലത്തിന് ശേഷം PSC വഴി ഞാൻ നിയമനം വാങ്ങിച്ചു വരികയാണ്. സർക്കാർ അനാഥാലയത്തിൽ വൃദ്ധന്മാരായ അച്ഛന്മാരെയും അമ്മമാരെയും സംരക്ഷിക്കുന്ന ഏതാ എനിക്കെന്റെ ഉദ്ദേശം സംരക്ഷിക്കണം. എന്റെ ഉദ്ദേശം എന്താ? എന്റെ ഉദ്ദേശം പൈസ കിട്ടുക എന്നുള്ളതാണ്. എനിക്കൊരു ജോലിയായി പൈസ കിട്ടുക. ഈ വന്ന വൃദ്ധജനങ്ങളോട് സ്വന്തം അച്ഛനോടും അമ്മയോടും അങ്ങനെ പെരുമാറിയാൽ ആരുമല്ലാത്ത ഈ വൃദ്ധജനങ്ങളോട് എങ്ങനെ പെരുമാറും എന്ന് ചിന്തിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ മനസ്സിന് അരിവുള്ളവരാണ് നടത്തുന്നത്. അവിടെ മനസ്സിന് അരിവുള്ളവരാണ് ജോലി ചെയ്യുന്നത്. സഹായിക്കാൻ മനസ്സുള്ളവരാണ്. രോഗികളെ സഹായിക്കാൻ. രോഗികൾ കുറ്റമല്ല. എല്ലാവരും എന്തെങ്കിലും പണക്കാരനും ഏറ്റവും വലിയ ആരാധനയുള്ള സൂപ്പർ സ്റ്റാറിന് ആർക്കുള്ള അസുഖമില്ല. അത് അവരുടെ കുറ്റമല്ല. ഏറ്റവും പാവപ്പെട്ട ഒരു അമ്മമാർക്ക് പറയാം, ഈ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരുന്നത് ആരുടെയും കുറ്റമല്ല. ആ കുറ്റമാണെന്ന് എന്താ പറയാ, അവരെ സഹായിക്കാനുള്ള മനസ്സ്. നമ്മളെല്ലാം ഇവിടെ കാണിക്കയിടുന്നു. ഞാൻ കാണിക്കയിടുന്നതിനെ പറ്റി ക്ഷേത്രങ്ങളിൽ കാണിക്കയിടണം. ദേവാലയങ്ങളിൽ, പള്ളിയായാലും അമ്പലമായാലും ഹോസ്റ്റലായാലും കാണിക്കയിടണം. എന്താണെന്നറിയാമോ? ദൈവത്തിന് കൈക്കൂലി കൊടുക്കാനല്ല എന്ന് മാത്രം മനസ്സിലാക്കുക. ദൈവത്തിന് കഴിക്കാത്ത മൈക്കും ആൾക്കാരെ മൈക്കോ പട്ടാസ മൈക്കോ കൈക്കൂലി ആവശ്യമില്ല. കാരണം നമ്മളെ എന്റെ കൂടെ കൈക്കൂലി നടത്തുന്ന അമ്മയ്ക്ക് താരി മൈക്കൊണ്ടില്ല. ചായ പോയിട്ട് ഏറ്റവും കനം കുറഞ്ഞ താരി, അതായത് ഒരു 8 ഗ്രാം സ്വർണ്ണത്തിലേക്ക് 1 ലക്ഷം രൂപ എടുത്ത് വരികയാണ്. അതിൽ ഏറ്റവും കട്ടി കുറഞ്ഞ ചെമ്പിന്റെ മുഖത്ത് സ്വർണ്ണത്തിൽ ഒരു സാധനം തേച്ചിട്ടുള്ള ഒരു സാധനം മാറ്റുന്നത് കഴിക്കാൻ അമ്മയ്ക്ക് കൊടുക്കും. അമ്മയ്ക്ക് എന്തെങ്കിലും കാര്യം? അമ്മയ്ക്ക് കാര്യമില്ല. സ്വർണ്ണത്തിന് വിലയില്ല ദൈവത്തിന് മുമ്പിൽ. അങ്ങനെയാണെങ്കിൽ അമേരിക്കയിലെ ക്ഷേത്രത്തിൽ ഡോളർ വിളിക്കുന്നത്. അമേരിക്ക ഇന്ത്യയിലെ ദൈവമാണെന്ന് കരുതി ഇന്ത്യൻ കൊണ്ട് വന്ന് അമേരിക്കയിലെ ക്ഷേത്രത്തിൽ ഇട്ട് അവരെടുക്കും. ഒരു കാര്യം, അവിടെ ചെല്ലാൻ ഡോളറുണ്ട്. അബുദാബിയിൽ ചെല്ലാൻ ദിറാംസ് എടുക്കണം. ക്ഷേത്രമുണ്ട് അവിടെ, ദിറാംസ് എടുക്കണം. എന്നാണ് ആ കൊടുക്കുന്ന പൈസ ദൈവത്തിന് കൊടുക്കുന്ന കൈക്കൂലിയായി തുടങ്ങുന്നത്. ദൈവത്തിന് പണത്തിന്റെ ആവശ്യമില്ല. എന്തിനാണ് ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രത്തിന്റെ നല്ല നടത്തുന്നത്? ഈ ക്ഷേത്രത്തിൽ വഴിപാടായി നമ്മൾ സമർപ്പിക്കുന്നത്. നമ്മുടെ നേർച്ചയായി നമ്മൾ 1000 രൂപ അല്ലെങ്കിൽ 500 രൂപ സമർപ്പിക്കും. എന്തിനാണ്? ഈ ക്ഷേത്രത്തിൽ നല്ല നടത്തുന്നത്. ഇവിടുത്തെ പൂജാരിക്ക് ശമ്പളം കൊടുക്കണം, ഇവിടെ വൈദ്യുതി ചാർജ് കൊടുക്കണം, ഇവിടെ തൂക്കുന്നവരുണ്ട്, തുടയ്ക്കുന്നവരുണ്ട്, പാത്രങ്ങൾ കഴിവ് വൃത്തിയാക്കുന്നവരുണ്ട്, പൂജാക്രിയങ്ങൾ ചെയ്യുന്നവർ, മാല കെട്ടുന്നവരുണ്ട്, ഇവരുടെ ശമ്പളം കൊടുക്കണം. അതിനാണ് നമ്മൾ കൊടുക്കുന്നത്. ആ ക്ഷേത്രത്തിന്റെ നല്ല നടപ്പിന്, അത് ക്രിസ്തീയ ദേവാലയമാണ്. ആ ദേവാലയത്തിന്റെ നല്ല നടപ്പിന് വേണ്ടി നമ്മൾ അവിടെ പണം സമർപ്പിക്കണം. അല്ലാതെ ഇത് ദൈവത്തിന് ചിലർ കൊടുത്തില്ലെങ്കിൽ ദൈവം അനുഗ്രഹിക്കുന്ന മണ്ടൻ വിശ്വാസം പലരോടും അറിയാതെ പ്രാർത്ഥിച്ചു. എന്റെ മോനെ ജോലി കിട്ടാൻ ആദ്യത്തെ മാസം ശമ്പളം കിട്ടുമ്പോൾ അമ്മയ്ക്കായാലും